ഈ രാജിയുടെ ആവശ്യം രാഷ്ട്രീയമാണ്. ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഓരോ മന്ത്രിയും രാജിവെക്കാൻ തുടങ്ങിയ പിന്നെ ഏതെങ്കിലും മന്ത്രി ഇവിടെ ഉണ്ടാകുമോ? ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ പരിശോധിച്ച് അതിലാവശ്യമായി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഉണ്ടായതിലെങ്കിലും പെശകൊണ്ട് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക അല്ല വേണ്ടത്. ആ സംഭവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഇത് ചോദിച്ചു മുറക്കി ഞാനതുകൂടെ പറയുകയാണ്. ഒന്ന്, ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എടുത്താൽ 7 കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഒന്ന്, ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ നെറ്റ് നോക്കിക്കോ. ഡോക്ടർ VL ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ കാർഡിയോളജി വിഭാഗം ഫംഗ്ഷൻ ചെയ്തുകൊണ്ട് 2 ഘട്ടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ. 2, 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി പൂർത്തീകരിച്ചത് കോട്ടയം മെഡിക്കൽ. അത് ചെയ്തിരുന്നത് സൂപ്രണ്ടാണ്. ഏറ്റവും കൂടുതൽ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. പീഡിയാട്രിക് ഹാർട്ടിക് സർജറിയും അതിൻ്റെ കണക്കുണ്ട്. വെറുതെ പറയുന്നതല്ല, മുഴുവൻ കണക്ക് നിങ്ങൾക്ക് നെറ്റ് നോക്കാം. മറ്റ് സ്ഥലത്തും പല സ്ഥലത്തും നോ എന്ന് പറയുന്ന പേഷ്യൻസ് എല്ലാം ഇവിടെ വന്ന് അവരുടെ ചിലവില്ലാതെ കാര്യങ്ങൾ നടത്തി പോകുന്ന രംഗം. അങ്ങനെ ഇത്രത്തോളം വലിയ സേവനവും സൗകര്യവും കിട്ടുന്ന ഒരു ആതുരാലയത്തെ ഇത്തരം ഒരു പിഴവ് തന്നെയാണ്. അതുണ്ടാകാതിരിക്കണം ഭാവി. ആ കാര്യത്തിലൊന്നും സംശയമില്ല. അങ്ങനെ അപകടം ഉണ്ടായത് നിർഭാഗ്യകരമായിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് കളക്ടറോട് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യത്തെ സാമാന്യവൽക്കരിച്ച് അതിനെ രാഷ്ട്രീയായുധമാക്കി ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയ ആവശ്യങ്ങളാണ്. അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല. ആതുരാലയത്തെ ഒരിക്കലും അപകടപ്പെടുത്താൻ പാടില്ല. ഇത്തരം ആതുരാലയത്തെ